അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹവും ഞാനും ഇന്നലെ ഒരു ചടങ്ങിലുണ്ടായിരുന്നു. ശ്രീ സിബി മലയിലിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ 40 വർഷം നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിച്ചത്. അദ്ദേഹം ആ ചടങ്ങിലുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ വിവരം അറിയുന്നില്ല. ഞാൻ വീട്ടിൽ വന്ന ശേഷം അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞ ഞാൻ നേരിട്ട് അതിലിടപെട്ട് സംസാരിച്ചു, എന്നിട്ടും പ്രതികരണമില്ലെന്നാണ് പറയുന്നത്. ഇതിനകത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. ഇവരാരും ഇവർ അറിഞ്ഞിട്ടുമില്ല, ഇതിനോടൊപ്പമാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ ഏതൊക്കെയോ ഉദ്യോഗസ്ഥ തലത്തിലോ ഒക്കെ നടക്കുന്ന കാര്യമായിരിക്കാം ഇത്. ഇവിടുത്തെ കമ്മിറ്റി ഈ പടം കണ്ട് അവർ തൃപ്തികരമാണെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത സിനിമയാണ്. ഇത് ഒപ്പിടാതെ വെച്ചിരിക്കുന്നത് മുംബൈ ഓഫീസാണ്. അദ്ദേഹം പ്രധാന കഥാപാത്രമാണ്. അദ്ദേഹമാണ് ജാനകിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നത് ഈ സിനിമയിൽ. മനസ്സിലായോ? അല്ല, നമ്മളെക്കാളൊക്കെ ഇടപെടൽ നടത്താൻ കഴിയുന്ന ആളാണ് എന്ന് പറഞ്ഞ ഭരണതലത്തിലാണ്. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, ഇതൊരു ഗവൺമെന്റൽ ഡിസിഷനോ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഡിസിഷനോ ആണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വ്യക്തതയുമില്ല. കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഡിസിഷൻ വന്നപ്പോൾ തന്നെ ഞാൻ അത് ഇടപെട്ട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സംസാരിച്ചത് ആരോടാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ആ സംസാരത്തിന് എന്തെങ്കിലും ഫലമുണ്ടോ എന്നുള്ളത് നാളെ വരെ നമുക്ക് കാത്തിരിക്കാം. ഇന്നിപ്പോൾ ഓഫീസില്ലല്ലോ. നാളെ എന്തായാലും ഈ പ്രവീണിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷോക്കോസ് വരട്ടെ. ഷോക്കോസ് വന്നിട്ട് എന്താണ് അവരതിൽ കാരണം പറയുന്നതെന്ന് നോക്കട്ടെ. പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്നത് ഇതിന് ഒരു പ്രസിഡൻസ് ഉണ്ടെന്നുള്ളതാണ്. പത്മകുമാറിൻ്റെ സിനിമ നിങ്ങൾ അദ്ദേഹത്തെ കാണണം. തിരുവനന്തപുരത്തുള്ള ആളല്ലേ അദ്ദേഹം ഫിലിം മേക്കറാണ്. അദ്ദേഹം എന്നിട്ട് ജയന്തി എന്ന് മാറ്റിയിട്ടാണ് ആ സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന പങ്കാളിയുടെ പേര്, അല്ല പങ്കാളിയല്ല, സുഹൃത്താണെന്ന് തോന്നുന്നു, എബ്രഹാം എന്നുള്ളത് മാറ്റാനാണ് പറയുന്നത്. അല്ല, രാവണപ്രഭുവിലും ജാനകിയാണ് നായിക. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പേര് നിരോധിക്കുമോ എന്നുള്ള എൻ്റെ പേടി. ഇപ്പം നിങ്ങൾ ചോദിക്കുക രാവണപ്രഭു നിരോധിക്കുമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് നമ്മളുടെ ഒരു പേര് എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്വബോധവും നമ്മുടെ കർത്തൃത്വമായിട്ട് ഒരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ്റെ പേര് എൻ്റെ അമ്മ ഇട്ട പേരാ ഉണ്ണികൃഷ്ണൻ പേര്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു കർത്തൃത്വത്തിന് ആ പേരുമായിട്ട് എന്താ ബന്ധമുള്ളൂ? നിങ്ങൾ ഉണ്ണികൃഷ്ണനെ വിളിക്കുമ്പോൾ ഞാൻ വിളി കേൾക്കുന്നു എന്നല്ലാതെ മറ്റു തരത്തിലുള്ള റെഫറൻസുകൾ അതിനകത്തില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഉള്ള പേരുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്തരം യുക്തിയെങ്കിലും ഇവരാലോചിക്കണ്ടേ? അല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിടാവുന്ന പേരുകൾ എന്ന് പറഞ്ഞ് പേരുകൾ തരട്ടെ, നമ്മളതിനനുസരിച്ച് ചെയ്യാം. ഇല്ല, അദ്ദേഹത്തിനും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഒരു കമ്മിറ്റി കാണുന്നു, ഇതിൻ്റെ പ്രൊസീജിയർ അറിയാമല്ലോ. ഇവിടുത്തെ ഒരു കമ്മിറ്റി കാണുന്നു. കമ്മിറ്റിക്ക് അതിനകത്ത് മറ്റ് അഭിപ്രായ വ്യത്യാസമില്ലെങ്കിൽ അവരത് മുംബൈയിലേക്ക് അയക്കും. ചെയർമാൻ ആണല്ലോ, ചെയർമാനും സിഇഒയും കൂടി നോക്കിയിട്ടാണല്ലോ അതിന് ഓൺലൈനിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ വരുന്നത്. അതൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന രീതികളാണ്. അവിടെ നിന്നാണ് ഒബ്ജക്ഷൻ വന്നിരിക്കുന്നത്. അവിടുന്ന് തന്നെയാണ് പത്മകുമാറിൻ്റെ സിനിമയ്ക്കും ഒബ്ജക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്.